നേരത്തെ കമ്മീഷൻ്റെ മുമ്പാകെ പരാതിയായിട്ട് വന്നിട്ടുള്ളത് പറവൂർ സ്വദേശിനിയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ അവൾ കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിലേക്കായിരുന്നു. ഭർതൃഗൃഹത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള പീഡനത്തെ തുടർന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, ആ പെൺകുട്ടി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി, പോലീസിന് മുമ്പാകെ മാത്രമല്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി തന്നെ തിരുത്തി പറയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു. ഏതായാലും വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതി എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം, എങ്ങനെ വിദ്യാസമ്പന്നയായിട്ടുള്ള പെൺകുട്ടിയാണ്, നല്ല MTech ബിരുദധാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ആ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്നിട്ടുള്ള സിറ്റിങ്ങിൻ്റെ ദിവസം ഞാൻ കമ്മീഷൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരും ഈ കുട്ടിയും ആകെ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്യുകയും അത് കൗൺസിലിങ്ങിന് വിധേയമാവാൻ ആ പെൺകുട്ടി മടി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ കൗൺസിലറെ അയച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദിനെ ആ കുട്ടിയുടെ വീട്ടിലയച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകിയിരുന്നു. കൗൺസിലറോട് ഞാൻ ചോദിച്ച സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, വീട്ടുകാരുടെ ഒന്നും തന്നെ സാന്നിധ്യത്തിലല്ല. ആ കൗൺസിലിങ്ങിനൊക്കെ വിധേയമായതിന് ശേഷമാണ് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. മൊഴി കൊടുത്ത് ഏതാനും ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൊടുന്നനവേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വനിതാ കമ്മീഷൻ്റെ കൗൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്, വല്ല സമ്മർദ്ദവും ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയെ ഹോസ്റ്റലിലേക്ക് ചെന്നാക്കിയതിന് ശേഷം കുട്ടിയെ പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ളത് എന്നും കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാക്കപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് പറയാനുള്ളത്.